الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم: عليكم بالجماعة من شد شد في النار. صدق رسول الله. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വന്യരായ കുറെ കാലമായി നമ്മുടെ നാട്ടിൽ ആത്മീയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വന്യരായ മദനി ഉസ്താദ് അവர்கள், മറ്റു പണ്ഡിതന്മാർ, ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ സ്വർഗ്ഗത്തിലേക്കുള്ളൊരു സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ലത് പറഞ്ഞ് കേട്ട് ജീവിതത്തിൽ അത് ഉൾക്കൊണ്ട് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. കണ്ടത്തിൽ പള്ളിയുടെ മുൻവശത്ത് കിടക്കുന്ന മഹാന്മാരുടെ ഹഖ്ജാഹ് ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. നമ്മുടെ പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന, അതുപോലെ നമ്മുടെ കുടുംബക്കാർ, ഇന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവരുടെയും ഖബറിനെ വിശാലമാക്കി കൊടുക്കണം റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നാല് ദിവസത്തെ പരിപാടിയുടെ രണ്ടാം ദിവസത്തിലാണ്, മൂന്നാം ദിവസത്തിലാണ് ഞാൻ സംഘടിപ്പിച്ചത്. എത്ര ദിവസം പരിപാടി? 5. ഡേറ്റ് തായമീത്ത് എന്തെല്ലാം കാണുന്നില്ല. ഇത് ലൈവാണോ? അതെയാ, ഇസ്ലാമിക് സിൽസില. ഓക്കെ, കുറച്ച് ശ്രദ്ധിച്ച് വിഷയം പറയണം, അതുകൊണ്ട് ലൈവാണെന്ന് വെച്ചത്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ വിളിക്കുന്ന സമയത്ത് തന്നെ എന്നെ ഏൽപ്പിച്ച ഒരു വിഷയമുണ്ട്. പഴയ പാരമ്പര്യമായ, നമ്മളിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പമാരും പാപ്പമാരും ജീവിതത്തിൽ മുറുകെ പിടിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ആദർശം, ആ ഒരു പാരമ്പര്യം ഇവിടെ വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത്യാവശ്യം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളാരും വിചാരിക്കേണ്ട, ഇവിടെ ഒരു വിമർശന ശൈലിയിൽ ഞാൻ പ്രസംഗിക്കുമെന്ന് ആരും കരുതണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ സംഭവമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ഭാഗങ്ങളിലെല്ലാം
പണ്ടുകാലം മുതൽക്ക് തന്നെ നമ്മുടെ ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും ജീവിച്ച ഒരു ആശയത്തെ, ആദർശത്തെ അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് പുതിയ പുതിയ ആശയങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുവരികയാണ്. പുതിയ പുതിയ ലേബലുകളിലായി, പുതിയ പുതിയ പേരുകളിലായി പലവരെയും അറിയപ്പെടുകയാണ്. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഈ ഇരിക്കുന്ന നിങ്ങളെയോ എന്നെയോ ആരും ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മൾ പണ്ട് പറഞ്ഞതാണ് ഇപ്പോഴും പറയുന്നത്. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ശ്രദ്ധിക്കണമെങ്കിൽ ഒരു പുതിയ ആശയവുമായിട്ട് ഒരാൾ വരണം. അപ്പോഴാണ് അയാൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഉദാഹരണത്തിന് ഈ കണ്ടത്തൽ പള്ളിയുടെ പരിസരത്ത് ഒരാൾ വന്നു. ഞാൻ ഉദാഹരണം പറയാം. അയാൾ കൊണ്ടുവന്ന ആശയം എന്താണെന്ന് വെച്ചാൽ തങ്ങന്മാർ എന്നൊരു സംഗതി ദുനിയാവിലേ ഇല്ല. അതയാൾ പറഞ്ഞത് അയാൾക്ക് തങ്ങന്മാരുണ്ടെന്ന് നന്നായിട്ട് അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ പുതിയത് പറയുമ്പോൾ ജനങ്ങളെല്ലാം അയാളെ ശ്രദ്ധിക്കുകയാണ്. അപ്പൊ അയാളൊന്ന് ജനങ്ങളെ ശ്രദ്ധിക്കണം, ഞാനൊരു പുതിയ ഒരു വാദവുമായി വന്നതല്ലേ. ഇങ്ങനെ ജനങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി പുതിയ പുതിയ വാദങ്ങളുമായി നമ്മുടെ നാട്ടിലേക്ക് പലവരും കടന്നു വരികയാണ്. ഞാൻ ഈ ഉസ്താദിന്റെ നാട്ടിൽ ഒരു 6 കൊല്ലം പള്ളിയിൽ ജോലി ചെയ്തവനാണ്. അന്ന് ഉസ്താദിന്റെ നാട്ടിൽ ഒരാൾ വന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അയാൾ വന്ന് പുതിയ ഒരു വാദം കൊണ്ടുവന്നു. എന്താണ് അയാൾ കൊണ്ടുവന്ന വാദം? ഹൈദുള്ള പെണ്ണിനിക്ക്, ആർത്തവകാരിയായ ഹൈദുള്ള പെണ്ണിനിക്ക് മുസാഹിബ് തൊടുന്നതിനോ ഓതുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഉസ്താദിന്റെ നാട്ടിലാണ്. അങ്ങനെ ഇയാള് പൊര കയറിയിട്ട് ക്ലാസ് എടുത്തു. അങ്ങനെ ഒരു പൊരയിൽ ഇയാളിങ്ങനെ കയറിയിട്ട് ക്ലാസ് എടുത്തപ്പോ ചുറ്റുഭാഗത്തൊക്കെ സുന്നത്തെ മേത്തിന്റെ ക്ലാസ്സുമായി പാവപ്പെട്ട ഞാനും അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കുന്ന കാലാണ്. അങ്ങനെയാണ് ഈ പൊരയിലത്തെ ഉമ്മ ആരെന്നോ നമ്പർ മീറ്റ് അനക്ക് വിളിക്കുന്ന, ഉസ്താദെ ഞങ്ങളെ പൊരക്ക് ഇന്നലെ ഒരാൾ വന്നിനി. അയാളിവിടെ വന്നിട്ട് കുറെ പെണ്ണുങ്ങൾ അപ്പുറത്തെ പെണ്ണുങ്ങളെല്ലാം കൂട്ടിയിട്ട് ക്ലാസ് എടുത്തിനി. എന്താ ക്ലാസ്? ഹൈദുള്ള പെണ്ണിനിക്ക് മുസ്താബ് തൊടുന്നതിനോ ഓതുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ പറഞ്ഞു ഇനി നാളെ അയാൾ വന്ന ഉടനെ എനിക്ക് ഫോൺ വിളിക്കണോന്ന്. അയാൾ 2 ദിവസം കഴിഞ്ഞ് അസ്ർ നിസ്കാരത്തിന്റെ സമയത്ത് ആ പൊരയിലേക്ക് വീണ്ടും വന്നു ക്ലാസ് എടുക്കാൻ വേണ്ടി. ഇയാൾ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന് ഉമ്മ മെല്ലെ കുച്ചിലേക്ക് പോയിട്ട് മൊബൈൽ എനിക്ക് പോകാനാക്കി. ഉസ്താദ് അയാൾ വന്നിന് ഉസ്താദ് ബിയം വരും ഉസ്താദേ എന്ന്. ഞാൻ റിക്ഷ പിടിച്ചിട്ട് പോയി. അങ്ങനെ റിക്ഷ പിടിച്ചിട്ട് പോയി പൊരക്കെത്തുമ്പോ ഇയാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനവിടെ കേറിയപ്പോ ഇയാളാകെ സുബ്ഹാനല്ലാഹ് വിടിമുട്ടിയതുപോലെ അടുക്കെ എന്തോ ചമഞ്ഞു. ഞാൻ ചോദിച്ചു എന്തുമ്മ വിഷയം എന്തെന്ന് വെച്ചാൽ ഉമ്മ പറയുന്നു, ഉസ്താദെ ഈ ഉസ്താദ് ഇന്നലെ ഇവിടെ വന്നിന് ഉസ്താദ്. അയാൾ പറയുന്ന ഹൈദുള്ള പെണ്ണിനിക്ക് മുസ്താബ് തൊടുന്നു എനിക്ക് ഓതുന്നു എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് അയാൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിനി. ഞാൻ ചോദിച്ചു അങ്ങനെ പറഞ്ഞിനോന്ന്. ഇയാൾ പറഞ്ഞു ഞാൻ പറഞ്ഞു. എവിടെയുണ്ട്? ഇയാൾ ഷറുൽ മുഹദ്ദബിലുണ്ട്. ഷറുൽ മുഹദ്ദബ് ഞാൻ ഇപ്പൊ 5 മിനിറ്റ് കൊണ്ടുതരാം, കാണിച്ചു തരാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പൊ ഷറുൽ മുഹദ്ദബ് എന്ന് പറയുന്ന കിതാബ് 5 മിനിറ്റ് ഞാൻ കൊണ്ടുതരാം, നിങ്ങൾക്ക് കാണിക്കാൻ തയ്യാറുണ്ടോ? ഇയാള് പറയുന്ന അത്രാമത്തെ വാലി, എത്ര വാലിയാണ് നിങ്ങൾക്ക് പ്രശ്നമല്ല, എല്ലാ വാലിയും എന്റെ കയ്യിലുണ്ട്, ഞാൻ ഇപ്പൊ കൊണ്ടുതരാം. സുബ്ഹാനല്ലാഹ്, ഇയാള് ചർച്ചന്റെ ഒടുവിൽ കുടുങ്ങിയെന്ന് മാത്രമല്ല, ഇയാള് ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്തെന്നറിയോ? ഇയാള് മെല്ലെ അടിക്കിങ്ങനെ ഫോനാക്കിയിട്ട് മെല്ലെ ആർക്കോ ഇയാളെ സലഫി സെന്ററിലേക്ക് വിളിച്ച് നോക്കുമ്പോൾ അരമണിക്കൂർ കഴിയുമ്പോ കാറിനുണ്ട് പിരിപിരെ താടിക്കാർ 4 എണ്ണം വരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഒരു 4-5 ആളായി. ഇപ്പോ തന്നെ നാട്ടിലുണ്ടായ സംഭവം 5-8 കൊല്ലങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ഇവരെല്ലാം വന്നു, ഞാൻ ഒറ്റപ്പെട്ടു. എന്റെ കൈ പൊരക്കാറ്റിയുണ്ട്, പഠിക്കാനൊന്നുമില്ല. ഈ പൊരലത്തെ ഉമ്മ എനിക്ക് സപ്പോർട്ടാണ്. അങ്ങനെ ഇവർ 5 ആളും വന്നു. ഞങ്ങളെ നന്നായി ഒരു വാദപ്രതിവാദം തന്നെ ആ പൊരയിൽ നടന്നു. പക്ഷേ ഈ വന്ന 5 ആൾക്കും ഉണ്ടാൻ കഴിയുന്നില്ല, ഉത്തരം മുട്ടി. അപ്പോഴാണ് ഈ പൊരക്കാരന് ഈ ഉമ്മാന്റെ ഭർത്താവ് മാപ്പിളെ പുതിയാപ്പിളെ ഈ ഓറൊക്കെ കൂടി കുറച്ച് തല തിരിഞ്ഞിനാഞ്ഞു. പക്ഷെ ഞങ്ങൾ ഈ വാദിക്കുന്ന സമയത്ത് എന്റെ ചോദ്യത്തിന് ഒരു ഉത്തരവ് തരാതിരിക്കുമ്പോ പൊരക്കാർ എണിച്ചിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉസ്താദ് ഇനി ഞാൻ മാപ്പിളെ ഉസ്താദ്, ഇനി ഞാൻ ഉറക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് പറയുന്നത് പുതിയ പുതിയ ആശയങ്ങളുമായി ഓരോരുത്തരും വരുന്നു, ഓനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ ഇന്നവരെ കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ വാദങ്ങളുമായി നമ്മുടെ നാട്ടിലേക്ക് ഓരോരുത്തരും കടന്നു വരികയാണ്. ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് മുളിച്ച തവരകളെ പോലെ പലവരും കടന്നു വരുന്നു. പുതിയ പുതിയ ആശയങ്ങളുമായി അവർ വരുന്നു. പക്ഷേ പറയുന്ന ആശയത്തിന് അടിവേരില്ല, അടിത്തറയില്ല, അടിസ്ഥാനമില്ല.
ഇങ്ങനെ പലതും ഇവിടെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അത്തരക്കാരിൽ നിന്ന് ഈ സമുദായത്തെ അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ മംഗളൂർ ഭാഗത്ത് താമസിക്കുന്ന, ഈ ഭാഗത്ത് കുടിയിരിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ പുരയിലേക്ക് പുതിയ പുതിയ പേപ്പറും പുതിയ സന്മാർഗ അല്ലെ, പേരെന്നെ സന്മാർഗ എന്നാണ്, ചീത്തമാർഗ, സന്മാർഗ എന്ന പേരും വെച്ചിട്ട് ഇവിടെ മുസ്ലിമീങ്ങളെ ഈമാൻ നഷ്ടപ്പെടുന്ന പുതിയ ബുക്കുകളും പേപ്പറുകളും ഒക്കെ നമ്മളെ പുരയിലേക്ക് വരാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ പുസ്തകങ്ങളോ അതുപോലെ മാസികകളോ അല്ലാത്ത ഒന്നും ഉമ്മമാരെ വായിക്കൽ ഹറാമാണ്, അത് പാടില്ല. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, മുസ്ലിമീങ്ങളെ ഈമാൻ ഊരിക്കളയുന്ന പുസ്തകങ്ങൾ വായിക്കലും അവരുടെ സലഫികളുടെ പേപ്പർ വായിക്കലും നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്ന നിലക്ക് അവരുടെ ഏത് വായിക്കലും അവരുടെ പ്രസംഗങ്ങൾ കേൾക്കലും എല്ലാം ഹറാമ് തന്നെയാണ്. അതുകൊണ്ട് പാവപ്പെട്ടവരത് വായിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാ പിന്നെ ഉസ്താദ് ഞങ്ങളൊക്കെ ഓരോ പുസ്തകം വായിക്കലുണ്ട്, സന്മാർഗം വായിക്കലുണ്ട്, അതുപോലെ തന്നെ കേരളത്തിലെ ഓരോ എല്ലാ സലഫിന്റെ ബുക്ക് ഞങ്ങൾ വായിക്കലുണ്ട്. അതെന്തിനാണ് വായിക്കുന്നത്? അതിങ്ങനത്തെ സരസിൽ വെച്ച് ഓരോ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ്, ഓരോ പൊട്ടീസായ വാദങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി, അല്ലാതെ ഞങ്ങൾ സലഫിയാകാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഇങ്ങനെ ആശയങ്ങൾ അറിഞ്ഞിട്ട് വായിക്കുന്നവർക്ക് വിരോധമില്ല, അറിയാത്ത സാധാരണക്കാർ അത് വായിക്കാനും നോക്കാനും പാടില്ല എന്ന് ഞാൻ വളരെ വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലക്കാലം ഇസ്ലാമിക പ്രബോധനം നടത്തി. ഈ ഇസ്ലാമിക പ്രബോധനം 23 കൊല്ലക്കാലം നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 കൊല്ലത്തിലായി 23 ആണ്ടിലായി പരിശുദ്ധ ഖുർആൻ ഇറങ്ങി. ഇവിടെ നാം വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. അതെന്താണ്? നോക്കൂ നിങ്ങൾ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനെ അർഹമർ റഹീമായ റബ്ബുൽ ഇസ്സത്ത് തൂർ സീന പർവ്വതത്തിലേക്ക് കൊണ്ടുപോയി തൗറാത്തിന്റെ വലിയൊരു കെട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു മരത്തിന്റെ ഒരു പല തന്നെ, തൗറാത്ത് എഴുതിയ ഒരു പലക, മരത്തിന്റെ ഒരു പലക മൂസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ അല്ലാഹു തആല കൊടുത്തു. എന്നാ നിങ്ങൾ അറിയണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 23 ആണ്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ ഈ 23 വർഷക്കാലം കൊണ്ട് ഇറങ്ങിയ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലെ ഒരൊറ്റ ഒരു ആയത്ത് പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ ഡയറക്റ്റായി ഒരു ആയത്തും കൊടുത്തിട്ടില്ല. ഒന്നും കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് മാസം റജബ് മാസമാണ്. റജബ് 27 രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഒരു യാത്ര പോയിട്ടുണ്ട്. അതിന്റെ പേരാണ് ഇസ്രാ മിറാജ് എന്ന് പറയുന്ന യാത്ര. ആ ഇസ്രാ മിറാജ് എന്ന യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ പോയി ഡയറക്റ്റ് മുഖാമുഖമായി റബ്ബിനോട് വിഷയം പറഞ്ഞു, റബ്ബിനോട് സംസാരിച്ചു. വരുന്ന സമയത്ത് അവിടുത്തെ പാവപ്പെട്ട ഉമ്മത്തുകളാകുന്ന നമുക്ക് വേണ്ടി വലിയ നിസ്കാരത്തിന്റെ കെട്ടുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. എന്നാൽ ആ അല്ലാഹുവിന്റെ മുമ്പിൽ പോയി സംസാരിക്കുന്ന സമയത്ത് പോലും പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് പോലും റസൂലുള്ളാഹിന്റെ കയ്യിൽ അല്ലാഹു കൊടുത്തിട്ടില്ല. റബ്ബിന്റെ മുമ്പിലേക്ക് പോയിട്ട് ഖുർആൻ ഡയറക്റ്റ് കൊടുത്തില്ല. പിന്നെയോ 23 വർഷം കൊണ്ട്, ആണ്ടുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിലേക്ക് അതാ പരിശുദ്ധ ഖുർആൻ കൊടുക്കുന്നു. കൊടുത്തത് ജിബ്രീൽ മുഖേനയാണ്. ജിബ്രീൽ മുഖേനയല്ലാതെ ഡയറക്റ്റ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആൻ കൊടുത്തില്ല. എന്തേ കൊടുക്കാത്തതിന്റെ കാരണം എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാര്, സഹോദരിമാര് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഡയറക്റ്റായി പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ കൊടുക്കാതെ
ജിബ്രീൽ മുഖേന കൊടുക്കാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിനിക്ക് കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഡയറക്റ്റ് കൊടുത്താൽ റസൂൽ കൊടുത്താൽ അത് സ്വീകരിക്കാനുള്ള കഴിവ് അത് റസൂലുള്ളാഹിക്ക് ഇല്ലാത്തത് കൊണ്ടാണോ? രണ്ടും ശരിയല്ല. കൊടുക്കാനുള്ള കഴിവ് അല്ലാഹുവിനിക്കുണ്ട്, അങ്ങനെ കൊടുത്താൽ സ്വീകരിക്കാനുള്ള കഴിവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഉണ്ട്. ഈ രണ്ട് കഴിവും ഉണ്ടായിരിക്കെ ജിബ്രീൽ എന്ന മലക്ക് മുഖേന അല്ലാഹു ഖുർആൻ കൊടുത്തത് എന്തിനാണ്? മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ അതാ വിശദീകരിക്കുന്നു. والحكمة في تلقي رسول الله صلى الله عليه وسلم عن جبريل ظاهرا. ജിബ്രീലിന്റെ പക്കൽ നിന്ന് ഡയറക്റ്റായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവர்கள் ജിബ്രീലിന്റെ പക്കൽ നിന്ന് ഖുർആൻ ഏറ്റെടുക്കാനുള്ള രഹസ്യം എന്താണ്? അതിന്റെ ഹിക്മത്ത് എന്താണ്? അന്നഹു യകൂനു സുന്നത്തൻ മുത്തബഅതൻ ലിഉമ്മതിഹി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് ഒരു ആശയം പഠിപ്പിക്കാനാണ്, ഒരു ആദർശം പഠിപ്പിക്കാനാണ്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് ഒരു ചര്യ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് പഠിപ്പിക്കുന്ന ചര്യ എന്താണ്? ഫഹും മഅ്മൂറൂന ബിത്തൽഖീം മിൻ അഫ്വാഹിൽ മശായിഖി. അല്ലാഹുവിന്റെ ദീന് പഠിക്കുന്ന മുഅ്മിനീങ്ങൾ അവരതാ മശായിഖന്മാരുടെ വായിൽ നിന്ന് കേട്ട് പഠിക്കേണ്ടവരാണ്, ഉസ്താദുമാരുടെ വായിൽ നിന്ന് കേട്ട് പഠിക്കേണ്ടവരാണ്, മശായിഖന്മാരുടെ വായിൽ നിന്ന് കേട്ട് പഠിക്കേണ്ടവരാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ അല്ലാഹു ഡയറക്റ്റ് കൊടുക്കാതെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ഒരു ഉസ്താദിനെ നിശ്ചയിക്കുകയാണ്. ആരാണ് റസൂലുള്ളാഹിന്റെ ഉസ്താദ്? അത് മലക്കുൽ അമീൻ ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ എന്ന മലക്കിനെ അല്ലാഹു ഉസ്താദായി നിശ്ചയിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഭൂമി ലോകത്ത് ആര് ദീന് പഠിക്കുകയാണ് എങ്കിലും ഫഹും മഅ്മൂറൂന ബിത്തൽഖീം മിൻ അഫ്വാഹിൽ മശായിഖി. അവർ ഉസ്താദുമാരെ അരികെ ഇരുന്നിട്ട് ഓതി പഠിക്കുന്നവരാകണം, ഉസ്താദിന്റെ വായിൽ നിന്ന് കേട്ട് പഠിക്കുന്നവരാകണം. അത് മാത്രമേ ദീനാവുകയുള്ളൂ. ഉസ്താദുമാരെ വായിൽ നിന്ന് കേട്ട് പഠിക്കാതെ ഏതെങ്കിലും പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ നോക്കിയിട്ട് ഖുർആന്റെ അർത്ഥം നോക്കിയിട്ട് ഖുർആൻ പഠിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് നോക്കിയിട്ട് ദീന് പഠിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സലഫിന്റെ കേസറ്റ് നോക്കിയിട്ട് ദീന് പഠിച്ചാൽ വലാ യുഫ്ലിഹു മൻ അഖദൽ ഇൽമ ബിൽ ഖുർആന മിനൽ ഖിർതാസ്. ഉസ്താദുമാരുടെ സഹായം കൂടാതെ ഏതെങ്കിലും ബുക്ക് വായിച്ചിട്ട് കേസറ്റ് കേട്ടിട്ട് ദീന് പഠിച്ചിട്ട് അതും പറയാൻ വേണ്ടി നടക്കുന്നവരുണ്ടോ? അവര് പരാജയപ്പെട്ടവരാണ്, അവരാഖിറത്തിൽ തോറ്റവരാണ്, അവർ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ അവർ നരകത്തിലാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ ദീൻ അത് ആലിമീങ്ങളിൽ നിന്ന് കേട്ട് പഠിക്കുന്നവരാകണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് മദീനത്തെ പള്ളിയിൽ വലിയ ദർസാണ്. അതാ സുഫത്തിന്റെ അഹിലുകാരാകുന്ന മുതഅല്ലിമീങ്ങള്, ആ മുതഅല്ലിമീങ്ങള് ഇടമുറിയാതെ ഒരു സെക്കൻഡ് പോലും റസൂലുള്ളാഹിനെ തൊട്ട് മാറി നിൽക്കാതെ അതാ 24 മണിക്കൂറും റസൂലുള്ളാഹിന്റെ ദർസുൽ ഓതി പഠിച്ച മുതഅല്ലിമീങ്ങൾ അവരല്ലേ മദീനയിലെ സുഫത്തിന്റെ അഹിലുകാരെന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇന്നും മദീനയിൽ പോയാൽ കാണാം, അതാ റൗളന്റെ നേരെ മുമ്പിൽ ഒരു വലിയ തിട്ട കാണാം, ഒരു തിട്ട കാണാം. അവിടെ കേറി 2 റക്അത്ത് നിസ്കരിക്കാൻ
11 നാള് 11 നാൾ അവിടെ താമസിച്ചിട്ട് പോലും പാവപ്പെട്ട എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അവിടെ കഴിഞ്ഞിട്ടില്ല. അത്രയും വലിയ തിരക്കാണ് അവിടെ 2 റക്അത്ത് നിസ്കരിക്കാൻ. എന്തേ? മദീനത്തെ പള്ളിന്റെ മുമ്പിലുള്ള ഒരൽപ്പം ഉയരമുള്ള സ്ഥലത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ തിരക്കെന്തേ? അവിടെ റസൂലുള്ള ദർസ് നടത്തിയ സ്ഥലമാണ്. അബീ ഹുറൈറ ഓതി പഠിച്ച സ്ഥലമാണ്. ഇബ്നു ഉമർ ഓതി പഠിച്ച സ്ഥലമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഓതി പഠിച്ച സ്ഥലമാണ്. റസൂലുള്ളാഹി തങ്ങൾ സുഫത്തിന്റെ അഹ്ലുകാരെന്ന മുതഅല്ലിമീങ്ങൾക്ക് ദർസ് ചൊല്ലിക്കൊടുത്ത സ്ഥലമാണ്. ആ സ്ഥലത്ത് എത്രയോ മുതഅല്ലിമീങ്ങൾ ഓതി പഠിച്ചില്ലേ? എന്നിട്ട് സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ വഫാത്താകുമ്പോൾ 1,00,000-ലധികം 1.5 ലക്ഷത്തോളം വരുന്ന സ്വഹാബത്ത്, അല്ലാഹ് കൃത്യമായി കണക്ക് പറഞ്ഞാൽ അമ്പിയാക്കളുടെ എണ്ണമനുസരിച്ച് 1,24,000 വരുന്ന സ്വഹാബത്ത് റസൂലുള്ളാഹി വഫാത്താകുമ്പോ അതാ മദീനയിലുണ്ടായിരുന്നു. അവരൊക്കെ റസൂലുള്ളാഹിന്റെ ദർസിൽ ഓതി പഠിച്ചവരാണ്. പക്ഷേ ഇന്ന് മദീനയിലെ ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബറുസ്ഥാനി, ആ ഖബറുസ്ഥാനിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ആ ഖബറുസ്ഥാനിയിലെ ചരിത്രം പറയുന്ന കിതാബുകളിൽ കാണാം ഏകദേശം 10,000-ഓളം വരുന്ന സ്വഹാബത്ത് മാത്രമേ ആ മദീനയിലെ ഖബറുസ്ഥാനിയിലുള്ളൂ. 10,000-ഓളം വരുന്ന സ്വഹാബത്ത് മാത്രമേ ജന്നത്തുൽ ബഖീയിലെ ഖബറുസ്ഥാനിയിലുള്ളൂ. 1,24,000-ഓളം വരുന്ന സ്വഹാബത്ത് മദീനയിലുണ്ടായിട്ട് ഇപ്പോൾ 10,000-ഓളം വരുന്ന സ്വഹാബത്ത് മാത്രമാണ് ജന്നത്തുൽ ബഖീയിൽ കടക്കുന്നതെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശേഷം അതാ ഈ സ്വഹാബത്ത് നാനാ ഭാഗത്തേക്കും അവര് പോയില്ലേ? നമ്മളെ കേരളത്തിൽ സ്വഹാബത്ത് കിടക്കുന്നതില്ലേ? കർണാടകയിലെ ഭാഗത്ത് സ്വഹാബത്ത് കിടക്കുന്ന മക്ബറകളില്ലേ? ഇന്ത്യയിൽ തന്നെ നിരവധി സ്വഹാബത്തിന്റെ മക്ബറകളില്ലേ? അവര് മദീനത്തെ ദർസിൽ ഓതി പഠിച്ചിട്ട് ലോകത്തിന്റെ നാനാ ഭാഗത്തും അവരതാ ഇസ്ലാമിക പ്രബോധനം നടത്തി. അവര് ദർസ് നടത്തി. അവര് മുതഅല്ലിമീങ്ങളെ വാർത്തെടുത്തു. അങ്ങനെ സ്വഹാബത്തിൽ നിന്ന് താബീങ്ങളിലൂടെ പരമ്പരാഗതമായി ഇടമുറിയാതെ ഉലമായിലൂടെ പണ്ഡിതന്മാരിലൂടെ അതാ കടന്നു വരുന്ന ആ ദർസിൽ ഓതിപ്പടിച്ച ഉസ്താദിന്റെ അരികെ ഓതിപ്പടിച്ചിട്ട് അവര് പറയുന്ന ദീനേ ലോകത്തു ദീനാവുകയുള്ളൂ. അല്ലാതെ എന്തെങ്കിലും കേസറ്റ് കേട്ടിട്ട് ഏതെങ്കിലും ഖുർആനിന്റെ പരിഭാഷ നോക്കിയിട്ട് ആരെങ്കിലും ഇവിടെ ദീന് പറയുന്നുണ്ടോ? ولا يفلح من أخذ للما بالقرآن من القرطاس. ദർസിൽ ഓതിപ്പടിക്കാരെ, ആലിമീങ്ങളെ മുമ്പിലിരുന്ന് ഓതിപ്പടിക്കാരെ, ഏതെങ്കിലും പരിഭാഷ നോക്കിയിട്ട് പുസ്തകം നോക്കിയിട്ട് കേസറ്റ് കേട്ടിട്ട് ദീന് പറയുന്നവരുണ്ടോ? അവര് പരാജയപ്പെട്ടവരാണ്. അവര് നരകത്തിന്റെ അവകാശികളാണ്. അവർക്ക് ആഖിറത്തിലെത്തുമ്പോ വിജയിക്കാൻ കഴിയൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടാണ് റഫീഖ് മദനി ഉസ്താദ് നമ്മുടെ നാട്ടിൽ 10 കൊല്ലമായി ദർസിൽ മെച്ചമ്പാടി ഉസ്താദിന്റെ ദർസിൽ ഓതിപ്പടിച്ചു. മഹാനായ താജുല്ലുമയുടെ ഹദറത്തിൽ പോയി അവിടെ നിന്ന് മദനി വിരുദ്ധം വാങ്ങി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ദീനി പ്രബോധനം നടത്തുകയാണ്. പാവപ്പെട്ട ഞാൻ വലുതായ കാനക്കോട് ഉസ്താദിന്റെ ദർസിൽ ഓതിപ്പടിച്ച് മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദിന്റെ അടുത്ത് പോയി ബിരുദം വാങ്ങിയിട്ട് ദീന് പറയാൻ ഉസ്താദുമാർ പുറത്തു വിട്ടതാ. അവർക്കാണ് ദീന് പറയാൻ പൊരുത്തം തരാനുള്ള അധികാരം. ആ പറയുന്ന ദീനെ ഇവിടെ ദീനാവുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ആലിമീങ്ങൾ പരമ്പരാഗതമായി പഠിപ്പിച്ച പാരമ്പര്യത്തെ ഇവിടുന്ന് ചോദ്യം ചെയ്യുന്നവർക്കാണ് സലഫി എന്നും നിങ്ങളുടെ നാട്ടിൽ തീരെ ഗണ്ടയില്ലാത്ത മുക്കാ ഗണ്ട എന്നും പറയുന്നത്. തീരെ ഗണ്ടയില്ലാത്ത സാധനം. അള്ളാഹു അത്തരക്കാരെ ശർറിൽ നമ്മളെ കാക്കട്ടെ. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നൊരു വിഷയമുണ്ട്. അതെന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബിദ്അത്ത് എന്ന് പറയുന്ന സംഘടന
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഇല്ല, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കാലത്ത് ഇല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാലത്തും ഇല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കാലത്ത് ചെറിയ ഒരു തുടക്കം കുറിക്കുന്നു. എന്താ കാരണോ? മഹാനായ ഗൗസുൽ ആദം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവർകൾ അവിടുത്തെ പുണ്യത്തിൽ എഴുതി വെച്ചത് കാണാം. ലോകത്ത് ആദ്യമായി ഈ സലഫി സംഘടന വരുന്നത് എവിടെ നിന്നാണ്? മുഅ്മിനീങ്ങളെ, അവരെ അടിത്തറ പഠിക്കണം, അവരെ ഫൗണ്ടേഷൻ അറിയണം. എവിടെ നിന്നാണ് അവര് വന്നത്? അവരെ ഫൗണ്ടേഷൻ ഒന്ന് പഠിക്കൂ. നിങ്ങൾ കണ്ടില്ലേ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണത്തിൽ കയറുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വഫാത്താകുന്നു. അലിയാർ തങ്ങൾ 4ാമത്തെ ഖലീഫയായി അതാ ഭരണമേറ്റെടുക്കുന്നു. ഈ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വഫാത്തായി, അലിയാർ തങ്ങൾ 4ാമത്തെ ഖലീഫയായി ഭരണമേറ്റെടുത്തു. അപ്പോ സഹാബത്തിനിടയിൽ ഒരു ചെറിയ തർക്കം, സഹാബത്തിനിടയിൽ ചെറിയൊരു ഭിന്നത. എവിടെയാണ് ഭിന്നത? സഹാബത്തിനിടയിൽ 2 പാർട്ടി. അത് പാർട്ടി ഒന്നും പറയാൻ പാടില്ല, എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. 2 അഭിപ്രായം. ഒന്ന്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് ഒരു പക്ഷം, മറ്റൊരു ഭാഗത്ത് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഭാഗം. 2 സ്വഹാബത്താണ്, 2ഉം പറയുന്നത് സത്യം തന്നെയാണ്. മുആവിയ റളിയല്ലാഹു തആലയുടെ ഒരു ഭാഗം, അലി ഇബ്നു അബീ ത്വാലിബിന്റെ ഭാഗം. എന്താണ് ഇവരെ തമ്മിൽ തർക്കം? മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരാൾ വന്ന് കൊന്നിട്ടുണ്ട്. ആ കൊന്ന ആളെ പിടിക്കുന്ന വിഷയത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിച്ചിട്ടില്ല. എങ്ങനെ? ഉസ്മാൻ അഫ്ഫാൻ തങ്ങളെ കൊന്ന ആളെ പിടികൂടുന്ന വിഷയത്തിൽ അലിയാർ തങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു വാദിക്കുകയാണ്. അത് കുറെ ആൾ മുആവിയന്റെ കൂടെയുണ്ട്. അപ്പൊ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്നതോ, ഞാൻ എന്റെ നീതി പോലെ ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്, ഞാൻ വേണ്ടതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ യാതൊരു തകരാറും വരുത്തിയിട്ടില്ല. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വാദിക്കുന്നു. ഇങ്ങനെ സ്വഹാബത്തിനിടയിൽ 2 തർക്കം, ചെറിയ തർക്കാണ്, വലിയ തർക്കമൊന്നുമല്ല, ചെറിയ അല്ലറ ചില്ലറ വിഷയം. നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ കേരളത്തിൽ പണ്ട് കാലത്തിന്റെ ചെറിയ ആലിമീങ്ങളിൽ ചെറിയൊരു തർക്കം. എന്താ? ഒരു ഭാഗത്ത് ശംസുൽ ഉലമയും ഒരു ഭാഗത്ത് എ പി ഉസ്താദ്, 2 ചെറിയ തർക്കം. പക്ഷേ ഇത് 2 ഭിന്നിപ്പായപ്പോ എന്താ ഉണ്ടാക്കിയത്? വഹാബികൾ മുതലെടുത്തു, സലഫികൾ മുതലെടുത്തു. ഇതാണ് ഇവിടെ ഉണ്ടായത്. ആലിമീങ്ങളിൽ യാതൊരു തർക്കവും ഇല്ല, ചെറിയ അല്ലറ ചില്ലറ പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ എന്നെ പോലത്തെ വിവരമില്ലാത്തവരെ അതിനെ പിടിച്ചു പോക്കുന്നത് അല്ലേ? എന്നാ നിങ്ങൾ നോക്കൂ, ഇങ്ങനെ സ്വഹാബത്തിനിടയിൽ 2 തർക്കം. ഒന്ന് മുആവിയ റളിയല്ലാഹുവിന്റെ പാർട്ടി, ഒന്ന് അലിയാർ തങ്ങളെ പാർട്ടി. ഇങ്ങനെ വരുമ്പോ 3ാമത്തെ ഒരു കൂട്ടർ വന്ന് എന്റെ ഇടക്ക് ഓര് പറഞ്ഞ്, നമുക്ക് അലിയും വേണ്ട മുആവിയും വേണ്ട, നമുക്ക് പുതിയ പാർട്ടി ഉണ്ടാക്കാം. അങ്ങനെ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി. ആ പുതിയ പാർട്ടിന്റെ പേരാണ് ഖവാരിജ് എന്ന് പറയുന്ന പാർട്ടി. അറിയോ? ലോകത്താദ്യമായിട്ട് മുക്കാകണ്ടെ വന്നത് അലിയാർ തങ്ങളെ കാലത്താണ്. ആ പാർട്ടിന്റെ പേരാണ് ഖവാരിജ്. എന്നാൽ ഈ ഖവാരിജ് ഒരു പാർട്ടി ഉണ്ടാക്കിയ പാർട്ടിക്ക് ഒരു പ്രസിഡന്റ് വേണ്ടേ? അല്ലെ, എല്ലാത്തിനും പ്രസിഡന്റ് വേണ്ടേ? ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിക്ക് പ്രസിഡന്റ് കെട്ടിട്ടുണ്ടാവും നമുക്ക് തോന്നുന്നു അല്ലെ? നിങ്ങൾ പ്രസിഡന്റ് ആയിരിക്കും, എന്റെ പ്രസിഡന്റ് അൽഹംദുലില്ലാഹ്. അപ്പോ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ടാകും. അപ്പൊ എല്ലാ സംഘടനയ്ക്കും ഒരു പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ വേണ്ടേ? എന്നാൽ നിങ്ങൾ അറിയുമോ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അതാ ഒരു പുതിയ പാർട്ടി വരുന്നു. ആ പാർട്ടിന്റെ പേരാണ് ഖവാരിജ്. എന്നാൽ അതിന്റെ പ്രസിഡന്റ് ആരാണെന്നറിയുമോ? മുഅ്മിനീങ്ങളെ, ചരിത്രം ആധികാരികമായിട്ടാണ് ഞാനിത് പറയുന്നത്. നിഷേധിക്കാൻ ഒരാളെ കൊണ്ട് കഴിയില്ല. ചരിത്രം വളരെ കണ്ടീഷനായിട്ടാ പറയുന്നത്, ചരിത്രം ആധികാരികമായി പഠിച്ചിട്ടാ പറയുന്നത്. അതുകൊണ്ട് ദൂരെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഇതിനെ നിഷേധിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരുന്നത് എനിക്ക് വിരോധമില്ല. ആധികാരികമായിട്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ കാലത്ത് വന്ന പുതിയ പാർട്ടി, ആ പാർട്ടിന്റെ പേരാണ് ഖവാരിജ് എന്ന് പറയുന്ന പാർട്ടി. അതിന്റെ പ്രസിഡന്റ് ആരാണ്? ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബത്തും അതാ ഒരു യുദ്ധം കഴിഞ്ഞു, അതാ വന്നു. ശത്രുക്കളെ കയ്യിൽ നിന്ന് കുറെ സ്വത്തുക്കൾ കിട്ടി, കുറെ
കുറെ മുതല് കിട്ടി. ആ മുതലെല്ലാം കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ യുദ്ധത്തിന് പോയ സ്വഹാബത്തിന് ഓഹരി വെച്ചു കൊടുക്കുന്നു, ഗനീമത്ത് സ്വത്ത് ഓതി വെച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് ആ സദസ്സിലേക്ക് ഒരാളിങ്ങനെ കയറി വരികയാണ്. അയാൾ വന്നിട്ട് പറയുന്നു, യാ മുഹമ്മദ് ലിഇദിൽ, മുഹമ്മദേ നീ നീതി പാലിക്കണേ. ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഈ കുരുത്തം കെട്ടവൻ പറയുന്ന വാക്കാണ്, മുഹമ്മദേ നീതി പാലിക്കണേ, മുഹമ്മദേ നീതി പാലിക്കണേ, മുഹമ്മദേ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖദ് ഖിബ്ത വ ഖസിർത, എടാ നീ നഷ്ടപ്പെട്ടവനാണടാ, നീ പരാജയപ്പെട്ടവനാണടാ. ഇവിടെ ഞാൻ നീതി ചെയ്യുന്നില്ലെങ്കിൽ ലോകത്ത് നീതി ചെയ്യുന്നവനാരടാ? ഞാനിവിടെ നീതി ചെയ്യുന്നില്ലെങ്കിൽ ലോകത്ത് നീതിയുള്ളവനാരടാ? ചോദിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോഴാണ് സരസ്വതി ഒരു ചെറുപ്പക്കാരൻ എഴുന്നേൽക്കുന്നു. ആരാണ് ചെറുപ്പക്കാരൻ? കിസ്റ കൈസറിനെ കിടിലം കൊള്ളിച്ച ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമറുൽ ഖത്താബ് എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുന്നു, നബിയേ അഫ അദ്രിബു ഉനുഖഹു, തങ്ങളോട് നീതി പാലിക്കാൻ വേണ്ടി പറഞ്ഞ ചങ്ങാതിയില്ലേ നബിയേ, അവന്റെ പരടി ഞാൻ വെട്ടട്ടെയോ നബിയേ, അവന്റെ കഴുത്ത് ഞാൻ വെട്ടട്ടെയോ നബിയേ? തങ്ങളോടല്ലേ നീതി പാലിക്കാൻ വേണ്ടി പറയുന്നത്? അപ്പോഴാണ് കാരുണ്യത്തിന്റെ കടലായ ലോകത്തിന്റെ ഹബീബ് മദീനയിലെ രാജാവ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഅഹു യാ ഉമർ, ഉമറേ ഓനെ വിടൂ, കൊല്ലല്ല ഉമറേ, ഓനെ കൊല്ലല്ല, ഓനെ വെറുതെ വിടൂ ഉമറേ. ഫഇന്നലഹു അസ്ഹാബ, അവനിക്ക് പിന്നീട് കുറെ ആൾക്കാർ ഓന്റെ കൂടെ വരാനുണ്ട് ഉമറേ, ഓന്റെ കൂടെ കുറെ ആൾക്കാർ വരാനുണ്ട് ഉമറേ, അവരെ വിടൂ ഉമറേ, കൊല്ലല്ല. കണ്ടോ നിങ്ങൾ, അന്ന് ഉമറുൽ ഖത്താബ് ചങ്ങാതിനെ കൊന്നിരുന്നുവെങ്കിൽ ഇന്ന് കർണാടകയിലെ മൈക്കാലത്തെ മുക്കാകണ്ടേ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ റസൂലുള്ള പറയുന്നു, കൊല്ലല്ലേ കൊല്ലല്ലേ, അവനെ വിടൂ. കാരണോ ഇവിടെ കുറെ അനുയായികൾ ഓണ്ടത് വരണം, ഇവിടെ ചലപ്പി വരണം, ഇവിടെ മുക്കാകണ്ട വരണോ, ഇവിടെ ജമാഅത്തെ ഇസ്ലാമി വരണോ, ഇവിടെ തബ്ലീഗ് ജമാഅത്താകുന്ന മഹാകള്ളന്മാര് അവരിവിടെ വരണോ. അതെ, ഞാനെന്താ അങ്ങനെ പറഞ്ഞ് ചോദ്യം ചോദിച്ചുള്ളപ്പോ മറുപടി പറയാം. തബ്ലീഗ് ജമാഅത്താകുന്ന മഹാകള്ളന്മാര് അവരിവിടെ വരണോ? അവരെ വന്നാലോ ഈ കണ്ടെത്തൽ പള്ളിയിലെ നല്ലവരായ മുഅ്മിനീങ്ങൾ അതാ ഉർദി വെക്കുന്നു, സുന്നത്ത് ജമാഅത്ത് വിഷയം വെക്കുന്നു, അതാ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്നു. നേരെ മറിച്ച് ഇവിടെ മുക്കാകണ്ട ഇല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഖിയാമം നാൾ വരെ സുന്നത്ത് ജമാഅത്ത് വിശദീകരിക്കണോ? അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണോ? അങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അവരുടെ അനുയായികൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവനെ വിടൂ ഉമറേ. ആ റസൂലുള്ളാഹിനോട് നീതി പാലിക്കണമെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നീതി പാലിക്കണം എന്ന് പറഞ്ഞ ആ ചങ്ങാതിയില്ലേ, ആ ചങ്ങാതിന്റെ പേരാണ് ദുൽഖുവൈസ്റത്തു തമീമി എന്ന പേര്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദുൽഖുവൈസ്റത്തു തമീമിയാണ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ കാലത്തുണ്ടായ പുതിയ പാർട്ടിയാകുന്ന ഖവാരിജ് എന്ന ആ പുതിയ പാർട്ടിന്റെ പ്രസിഡന്റ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് നീതി പുലർത്തണമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കൈ ചൂണ്ടിയിട്ട് റസൂലുള്ളാഹിന്റെ കുരുത്തക്കേട് വാങ്ങിയ ആ ചങ്ങാതിയായിരുന്നു പിന്നീട് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ കാലത്ത് ആദ്യമായി ഉണ്ടായ സലഫി, ആ ഖവാരിജ് എന്ന് പറയുന്ന സംഘടനയിലെ പ്രസിഡന്റ് എന്ന് ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. എല്ലാവരും ഇങ്ങോട്ട് നോക്കണം കേട്ടോ. ഞാൻ ഇത്രയും ദൂരത്ത് വന്ന് നിങ്ങൾ അത് എന്നെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ വേദന പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
എല്ലാവരും ഇങ്ങോട്ട് നോക്കാം. പിന്നെ ഇങ്ങ് നാട്ടുകാരെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് എന്നിലേക്ക് നോക്കണം എല്ലാവരും. അള്ളാഹു നമ്മുടെ സരസ് കബൂലാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ലോകത്ത് ആദ്യമായി ഉണ്ടായത് ഖവാരിജ് എന്നാണ്. എന്നാ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഖവാരിജ് എന്ന് പറയുന്ന സംഘടന പിന്നീട് വലുതായി വലുതായി വലുതായി. നിങ്ങളറിയുമോ, ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇത്തരം വിദ്യാർത്ഥികാരുടെ പ്രസംഗവും പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ഇവിടെ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നു. അതെന്താണ്? നമ്മുടെ നാട്ടിലെ എല്ലാ സലഫികളും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. അതെന്താണ്? നമ്മുടെ നാട്ടിലെ എല്ലാ സലഫികളും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. അതെന്താണ്? സാധാരണ വന്ന് കണ്ടത്തിൽ പള്ളിയിലതാ റബീഉൽ അവ്വൽ മൗലൂദ് നടക്കുമ്പോ അവര് വന്നിട്ട് പറയും, മദീനത്ത് മൗലൂദുണ്ടോ? നമ്മുടെ നാട്ടിൽ റാത്തീബ് നടക്കുമ്പോ അവര് വന്നിട്ട് പറയും, ഓ മദീനത്ത് റാത്തീബുണ്ടോ? നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നല്ല നല്ല വിഷയങ്ങൾ നടക്കുമ്പോ അവരതാ ചോദിക്കും, മദീനയിലതുണ്ടോ, മദീനയിലതുണ്ടോ? ഇനി ഞാൻ മദീനയിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീനയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയുമോ, 1111 സൗദി അറേബ്യയിലെ നജ്ദ് എന്ന് പറയുന്ന സ്ഥലത്തൊരു ചങ്ങാതി ജനിച്ചു. ആ ചങ്ങാതിന്റെ പേരെന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? 1111 സൗദി അറേബ്യയുടെ തലസ്ഥാനമായ നജ്ദ് എന്ന് പറയുന്ന സ്ഥലം, ആ നജ്ദിൽ ഒരു ചങ്ങാതി ജനിക്കുന്നു. ആ ചങ്ങാതിന്റെ പേരാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ചങ്ങാതി. ആ ചങ്ങാതി നജ്ദിൽ ജനിച്ചിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെയോ 1145 1146 ഏകദേശം 34 വയസ്സ് ഈ ചങ്ങാതിക്ക് ആയപ്പോൾ, പിന്നെ ഈ 34 വയസ്സായ ഈ ചെറുപ്പക്കാരൻ സൗദി അറേബ്യയിൽ 1100 കൊല്ലക്കാലം നടന്നിരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങള്, 1100 കൊല്ലക്കാലം സൗദി അറേബ്യയിൽ നടന്നിരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങള്, ഈ ആശയങ്ങളെ മുഴുവനും അതാ തച്ച് തകർത്തുകൊണ്ട് 1146 സൗദിയന്റെ ഭരണം പിടിച്ചെടുക്കുന്നു. ആര്? മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ചങ്ങാതി 1146 സൗദിയന്റെ ഭരണം പിടിച്ചെടുക്കുന്നു. എന്നാൽ ഏകദേശം 300 കൊല്ലമായി ഇന്ന് സൗദിയന്റെ ഭരണം സലഫിന്റെ ഭരണമാണ്. ഇന്ന് സൗദി അറേബ്യയിൽ സലഫികളുടെ ഭരണമാണ്. എത്ര 300ഓളം കൊല്ലം, 298 കൊല്ലമായി, അഥവാ 300ഓളം കൊല്ലമായി ഇന്ന് സൗദി അറേബ്യയിൽ സലഫിന്റെ ഭരണമാണ്. എന്നാൽ ഈ 300 കൊല്ലങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്ക് 1145 വരെ, ഹിജ്റ 1145 വരെ സൗദി അറേബ്യ മൊത്തം സുന്നത്ത് ജമാഅത്തിന്റെ ഭരണമായിരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ ഭരണമായിരുന്നു സൗദി അറേബ്യയിൽ ഉണ്ടായത്. 1140, ഞാൻ ആവർത്തിച്ച് പറയുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. 1146 മുതൽക്ക് ഏകദേശം 300ഓളം കൊല്ലമായി ഇപ്പോൾ സൗദി അറേബ്യന്റെ ഭരണം വഹാബിന്റെ കയ്യിലാണ്. അതെങ്ങനെ വഹാബിന്റെ കയ്യിലേക്ക് കിട്ടിയെന്ന് അത് വിശാലമായ ചരിത്രമാണ്. ഇപ്പോൾ പറയാൻ കുറെ സമയം വേണ്ടി വരും, ഞാനിപ്പോൾ ചുരുക്കുന്നു. ആകയാൽ ഇന്ന് സൗദിന്റെ ഭരണം സലഫിന്റെ കയ്യിലാണ്. പക്ഷേ അള്ളാഹു എന്തിനാണ് ഇന്ന് സൗദി അറേബ്യയുടെ ഭരണം സലഫിന്റെ കയ്യിൽ കൊടുത്തെന്നറിയോ? അത് വല്ലാത്തൊരു ഹിക്മത്താണ്. എന്താണ് ഹിക്മത്ത്?
എത്രയോ ആൾക്കാർ ഹജ്ജിന് പോവാണ്. ഇപ്പൊ നമ്മൾ ഉസ്താദ് പറഞ്ഞ ഹജ്ജിന് അല്ലാഹു തആല അതിന്റെ വഴികളൊക്കെ എളുപ്പമാക്കുമാറാകട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിന്റെയും ഭാര്യയ്ക്കും പോകാനും അവിടെ മബ്റൂറും മഖ്ബൂലുമായ ഹജ്ജും ഉംറയും ചെയ്യാനും റാഹത്തോടെ അമലുകൾ നിർവഹിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ നോക്കൂ, അങ്ങനെ ഒരു കൊല്ലത്തിൽ എത്രയാ പോകുന്നത്? 35 ലക്ഷത്തോളം വരുന്ന ആൾക്കാരെ മദീനയിലേക്ക് പോകുന്നത്, ഹജ്ജിന് വേണ്ടി പോകുന്നത്. അവരൊക്കെ ഹജ്ജിന് പോയി മദീനയിലേക്ക് പോയാൽ ആ മദീന റൗദന്റെ മുമ്പിലേക്ക് എത്തുമ്പോ സുബ്ഹാനല്ലാഹ്, ഞമ്മളല്ല, അവിടെ വരുന്നു 100-ൽ 110 പാകിസ്ഥാനികള്, 100-ൽ 110 സുഡാനികള്. അവരൊക്കെ വന്ന് റൗദന്റെ മുമ്പിൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നങ്ങനെ പറയുമ്പോ ബോധം കെട്ടി വീഴുന്നു. അവർക്കതുപോലും പറയാൻ കഴിയുന്നില്ല. ഈ തറയും 100-ൽ 110 സുന്നത്ത് ജമാഅത്ത് ഉറച്ച പാകിസ്ഥാനികളും മറ്റിതര രാജ്യങ്ങളിൽപ്പെട്ട പലവരും വന്നിട്ട് അവിടെ സലാം പറയുന്നു, റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരുന്നു. നിങ്ങൾ കണ്ടോ, ഈ 30 ലക്ഷത്തിലധികം വരുന്ന സുന്നികള് റസൂലുള്ളാഹിന്റെ റൗദന്റെ മുമ്പിലേക്ക് സിയാറത്തിന് വേണ്ടി പോകുമ്പോൾ അവിടെ സുന്നികളെ ഭരണമായിരുന്നുവെങ്കിൽ അവിടെ മഖ്ബറന്റെ മണ്ണടക്കമുണ്ടാകുമായിരുന്നില്ല. കാരണം സുന്നികൾ ഭാര്യയെടുക്കുമായിരുന്നു. അതുകൊണ്ട് അള്ളാന്റെ ഒരു തീരുമാനമാണ്, അവിടെ സുന്നികൾ സിയാറത്തിന് വരുന്ന സലഫികളെ ആ മഖ്ബറ കാക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കൂ, ശിർക്ക് 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 എന്ന് പറയേ. അങ്ങനെ പറഞ്ഞ് മഖ്ബറ അവിടെ കാക്കട്ടെ. അപ്പൊ സുന്നികൾ സിയാറത്തിന് പോകുമ്പോൾ മഖ്ബറയെ കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു സലഫിന്റെ കയ്യിൽ ഭരണം കൊടുത്തിരിക്കുകയാണ്. അവരാടെ നിന്നിട്ട് ശിർക്ക് 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ അറിയോ, ഇപ്പൊ 10-21 ദിവസങ്ങൾക്ക് മുമ്പ് സൗദിയിലെ രാജാവ് വന്നു അവിടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി. എന്നിട്ടോ മഖ്ബറിന് മുമ്പിൽ രാജാവും കൂടെയുള്ള മന്ത്രിമാരും വന്നിട്ട് രാജാവ് റൗദന്റെ മുമ്പിലേക്ക് എത്തിയപ്പോൾ അല്ലാഹുമ്മ ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ വബിഹഖ് സയ്യിദിനാ അബീ ബക്കറിൻ വബിഹഖ് സയ്യിദിനാ ഉമർ വൽ ഖത്താബ് രണ്ട് കൈയും പൊക്കി റൗദന്റെ മുമ്പിൽ ദ്വാരക്കയാണ്. ശിർക്ക് പറയുന്ന പോലീസുകാരനെ കാണുന്നില്ല അവിടെ. കാരണം നമ്മളെപ്പോലത്തെ പാവപ്പെട്ടവൻ പോകുമ്പോഴാണ് ശിർക്ക്. രാജാവിന് മുമ്പിൽ ശിർക്ക് പറഞ്ഞ പിന്നെ തലയുണ്ടാകുമോ അവിടെ? പിന്നല്ലേ ജോലി. ഇങ്ങനെ സൗദിന്റെ രാജാവടക്കം ഇപ്പോൾ മഖ്ബറയിൽ വന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൈനീട്ടി ദുആ ചെയ്യുന്നു. നമ്മളെപ്പോലത്തെ പാവപ്പെട്ടവർ പോകുമ്പോൾ ശിർക്ക് ശിർക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് അല്ലാഹുവിന്റെ വലിയൊരു ഹിക്മത്താണ്. കാരണം അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ കയ്യിലായിരുന്നു സൗദിന്റെ ഭരണമെങ്കിൽ ലക്ഷോപലക്ഷം മുഅ്മിനീകളെ മദീനയിലേക്ക് പോകുമ്പോ അവര് പറക്കത്തിന് വേണ്ടി റൗദന്റെ മണ്ണടക്കം ബാന്തിമാതി കൊണ്ടുവരുമായിരുന്നു. അല്ലാഹുവിന്റെ വലിയൊരു ഹിക്മത്താണ്. ആ റൗദനെ ഖിയാമത്ത് നാൾ വരെ ഇവിടെ കാത്തു സൂക്ഷിക്കണം. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, അതാ റൗദന്റെ മുമ്പിൽ റസൂലുള്ളാഹിക്ക് സലാം പറയുന്ന സ്ഥലത്ത് അതാ കമ്പിവേലിന്റെ ചുറ്റുഭാഗത്ത് 2-3 പോലീസുകാരവിടെ നിൽക്കുകയാണ്. ഈ അടുത്തുണ്ടായ അനുഭവങ്ങളാണ് ഞാനിതൊക്കെ പറയുന്നത്. അതാ 2-3 പോലീസുകാരവിടെ നിന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഹുബ്ബിയദീ ഖല്ലത്തി ഹീലത്തി അദ്രികിനി എന്ന് നമ്മൾ സലാം പറഞ്ഞ് സങ്കടം പറയുമ്പോ അവിടുത്തെ പോലീസുകാർ നമ്മളെ ആട്ടിയോടിക്കുകയാണ്. എന്നാൽ നിങ്ങൾ അറിയുമോ, ആ പോലീസുകാരൻ ആട്ടിയോടിക്കുന്ന പോലീസുകാരൻ റൗദന്റെ അടുത്തൊരു വലിയ കുന്തമുണ്ട്, പില്ലറുണ്ട്. ആ പില്ലറിലേക്ക് അവനിങ്ങനെ ചാരി നിൽക്കുകയാണ്. എന്നാൽ പോലീസുകാരൻ ചാരി നിൽക്കുന്ന പില്ലർ, ആ പില്ലറിൽ എഴുതി വെച്ചത് കണ്ടോ, യാ ഖൈറമൻ ദൂബിനത് ബിൽഖാഇ യഅ്ദുമു ഫത്വാബ മിൻ തീബിൽ القاء والآكام. ആയിരക്കണക്കിന് കൊല്ലമായി അതാ സ്വർണ്ണലിപികളെ കൊണ്ട് ആ കുന്തത്തിൽ എഴുതി വച്ചത്. ഓ നബിയേ, റസൂലുള്ളാഹിനെ വിളിച്ച് മഹാന്മാര് പാടിയ പദ്യം ഇന്നും റൗദന്റെ തൊട്ടടുത്ത് ആ പില്ലറിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ മായ്ച്ചു കളയാനോ അതിനെ എടുത്തു കളയാനോ ഇന്നുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പാവപ്പെട്ട നമ്മൾ പോകുമ്പോഴാണ് അവർ ശിർക്കും പറഞ്ഞു നടക്കുന്നത്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയൊരു ഹിക്മത്തുടയവനാണ്. അതേ മഖ്ബറ കാക്കാൻ വേണ്ടി അല്ലാഹു അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു,
1146 സൗദിയിൽ വഹാബി ഭരണത്തിൽ വരുന്നത്. ഏകദേശം 300 കൊല്ലമായില്ലേ സലഫി ഭരണത്തിൽ വന്നിട്ട്. എന്നാൽ സലഫിന്റെ ഭരണം അതാ സൗദി അറേബ്യയിൽ വരുന്നതിന് മുമ്പ്, സലഫിന്റെ ഭരണം സൗദി അറേബ്യയിൽ വരുന്നതിന് മുമ്പ് 1100 കൊല്ലക്കാലം മദീനത്തെ പള്ളിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടില് അതാ റാത്തീബ് ചൊല്ലുമ്പോ, അതുപോലെ മൗലൂദ് ചൊല്ലുമ്പോ, ഇതുപോലെ പരിപാടികൾ കഴിക്കുമ്പോ ഇവിടുത്തെ വിദ്അത്തുകാര് പറയും അത് മദീനയിലില്ല, മക്കയിലില്ല, മദീനയില്ല. പിന്നെ മൈക്കാലത്തൊക്കെ എവിടെ നിന്ന് കിട്ടിയതാണ്? കണ്ടത്തിലെ പള്ളിക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? അതേ മദീനയിലില്ലല്ലോ, അത് മക്കയിലില്ലല്ലോ. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, മക്കയിൽ ഇല്ലാതെയായിട്ട് മദീനയില്ലാതെയായിട്ട് 298 ആണ്ടേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് മക്കയിലില്ലാത്ത മദീനയിലില്ലാത്ത ഒരു പരിപാടിയുമില്ല. നിങ്ങൾ കണ്ടില്ലേ മദീനയിലെ ചരിത്രം പറയുന്ന വലിയ പണ്ഡിതനായ മഹാനായ മുഹമ്മദ് ബിൻ കിബരീത്ത് തങ്ങൾ, അവിടുത്തെ ലോക പ്രസിദ്ധ ഗ്രന്ഥമാണ് അൽ ജവാഹിറു സമീന ബി മഹാസിനിൽ മദീന. ഈ ഗ്രന്ഥം അതാ ഇതിന്റെ പേജുകൾ എണ്ണി 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 പറയുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി പോകുന്ന അതാണ് 1100 കൊല്ലക്കാലം മദീനത്തെ പള്ളിയിൽ എന്തൊക്കെ നടന്നു, മദീനയിലെ പള്ളിയിൽ ഏതെല്ലാം പരിപാടികൾ നടന്നു, അതൊക്കെ നമുക്ക് ചെറിയ നിലക്കൊന്ന് വിശദീകരിക്കാം. നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു കിതാബ്, ഇങ്ങനൊരു കിതാബ് ഉണ്ട് എന്നാരോ പറയുന്നത് കേട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഖത്തറിലും ബഹ്റൈനിലും യുഎഇന്റെ പല ഭാഗങ്ങളിലും സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിലും പോയപ്പോൾ എല്ലാ സ്ഥലത്തും ഞാൻ ലൈബ്രറിയിൽ കയറി, മക്തബയിൽ കയറി, ലൈബ്രറിയിൽ കയറി ഈ കിതാബ് അന്വേഷിച്ചു. എവിടെ നോക്കിയാലും ഈ കിതാബില്ല. അവസാനം മദീനയിൽ ഞാൻ പോയി കിതാബ്, മദീനത്തെ പള്ളിന്റെ മുകളിൽ വലിയൊരു മക്തബ കാണാം, വലിയ മക്തബ. ഏകദേശം ആ കണ്ടത്തിലെ പള്ളി മുതൽ ഇവിടെ വരെ നീളവും അത്രയും അകലത്തിൽ കാണുന്ന വലിയൊരു ലൈബ്രറി പള്ളിന്റെ മുകളിൽ. ആ മുകളിൽ കയറിയിട്ട് ഞാൻ ഈ കിതാബ് അന്വേഷിച്ചു. അവർ പറഞ്ഞത് മംനു മംനു മംനു, അവർ കിതാബ് പാടില്ല, അത് വിലക്കപ്പെട്ടിട്ടുണ്ട്, അത് പാടില്ല എന്ന് പറഞ്ഞോട്. കാരണം എന്താ, ഒരേ കള്ളത്തറയിൽ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് മംനു ആക്കുന്നത്. അങ്ങനെ സുബ്ഹാനല്ലാഹ് എനിക്ക് ഈ കിതാബ് കിട്ടണം. ഞാൻ റൗദയിൽ പോയിട്ട് നന്നായിട്ട് ദുആയിരുന്നു. റസൂലുള്ളാഹിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് മദീനയിലെ ചരിത്രം പറഞ്ഞൊരു കിതാബ് ഉണ്ട് അൽ ജവാഹിറു സമീന, എനിക്ക് ആ കിതാബ് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, റമളാൻ 3 ഞാൻ മദീനത്തെ പള്ളിയിൽ നോമ്പും തുറന്നിട്ട് അസർമാരുടെ സിയാറത്തും നടത്തിയിട്ട് മഗ്രിബിന് നോമ്പും തുറന്നിട്ട് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുണ്ട് മദീനത്തെ പള്ളിന്റെ മുറ്റത്ത് ഒരു വയസ്സായ ഉസ്താദ് നിൽക്കുന്നു. എന്നോട് വെച്ച് കേരളക്കാരനാണെന്ന് വെച്ചാൽ അതേന്ന് പറഞ്ഞു. പേരെന്താന്ന് വെച്ചാൽ മതി റഫീഖാണ് എന്ന് പറഞ്ഞു. എവിടെ? ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ്. അപ്പൊ ഞാൻ പാലക്കാട്ടുകാരനാണ്. നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ഇയാൾ പാലക്കാട്ടുകാരനാണ്. ഇയാളൊരു ബാക്കവി ഉസ്താദാണ്. ഏകദേശം 50 കൊല്ലമായി ഇയാൾ മദീനയിലാണ്. 50 കൊല്ലം, 50 ആണ്ടായി ഇയാൾ മദീനയിലാണ്. അങ്ങനെ ഇയാൾ എന്നെ കൂട്ടിക്കൊണ്ട് അയാൾ റൂമിലേക്ക് പോയിട്ട് നമുക്കിന്ന് മടവൂർ മൗലൂദ് ഓതാന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ മടവൂർ മൗലൂദ് നമുക്ക് ഓതാന്ന്. മദീനത്ത് ഇയാൾ റൂമിൽ വെച്ചിട്ട് നോക്കുമ്പോൾ 50ഓളം ആൾക്കാർ മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ തറാവിന്റെ മുന്നോടിയായിട്ട്. അങ്ങനെ ഞങ്ങൾ മടവൂർ മൗലൂദ് കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു കുറച്ച് പ്രസംഗിക്കണോ പറഞ്ഞു. ഞാൻ നന്നായിട്ട് മടവൂറിന്റെ കറാമത്ത് ഒരു 20 മിനിറ്റ് നന്നായി അങ്ങ് സുന്നത്ത് ജമാഅത്ത് മുഖേന പറഞ്ഞപ്പോ ഇയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇതെന്റെ പരിപാടി നടത്തുന്ന റൂമാണ്, എന്റെ പേഴ്സണൽ റൂം അപ്പുറം വേറെ ഉണ്ട്, ഉസ്താദ് അവിടത്തേക്ക് തറാവി കഴിഞ്ഞിട്ട് വരണോ, എനിക്കൊരു സാധനം തരാനുണ്ട് എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ആയിക്കോട്ടെ. അങ്ങനെ തറാവി കഴിഞ്ഞിട്ട് അയാളെ കൂടെ എന്നെ 2 കിലോമീറ്റർ നടന്നിട്ട് അങ്ങകലെ അയാളെ ചെറിയൊരു റൂം മതി, 50 കൊല്ലം ഇയാൾ താമസിക്കുന്ന റൂം. ആ റൂമിൽ പോയപ്പോൾ ഇയാൾ എനിക്ക് ആദ്യം തന്നത് നല്ല കുടിക്കാൻ ഒരു ജ്യൂസ് തന്നു. അത് പിന്നെ പറയേണ്ട ബാക്കിയൊക്കെ കഴിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നല്ല 2 ആപ്പിൾ മുറിച്ച് തന്ന്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞ് എന്റെ കയ്യിൽ ഒരു കിതാബ് ഉണ്ട്, ഞാൻ ഇതിനെ ആർക്ക് കൊടുക്കണമെന്ന് ശ്രദ്ധിക്കുകയാണ്, കാരണം കൊടുത്താൽ അത് ഫലം ചെയ്യണം. എന്റെ മനസ്സെന്നോട് പറഞ്ഞു നിങ്ങൾക്ക് തന്നാൽ ഫലം ചെയ്യൂന്ന്. ഞാൻ പറഞ്ഞു കിതാബ് ഏതാണ്, ഞാൻ ഒന്ന് നോക്കട്ടെ. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഞാൻ തേടി നടക്കുന്ന ഇതേ കിതാബാണ്. അയ്യാ, അദ്ദേഹം റൂമിൽ കൊണ്ടുപോയി എനിക്ക് ഈ കിതാബ് കയ്യിൽ തരികയാണ്. 2.5 കൊല്ലം കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, എല്ലാ സലഫിന്റെ കോട്ടയിലും ഞാൻ കൃഷ്ണാപുരത്ത് തബ്ലീഗ് ജമാഅത്തിന്റെ കോട്ടയിൽ പോയിട്ട് ഞാൻ ഈ കിതാബ് കയ്യിൽ പിടിച്ചിട്ട് അവരെ വെല്ലുവിളിച്ചു, ഇതിലില്ലെന്ന് തെളിയിക്കാൻ കഴിയുമോ? നിങ്ങൾ മക്കത്തും മദീനത്തും അവിടെ ഇവിടെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞെടുക്കല്ലേ. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ ഈ കിതാബ് തുറന്നൊന്ന് വായിക്കട്ടെ. മദീനത്തെ പള്ളിയിൽ 1100 കൊല്ലക്കാലം മദീനത്തെ പള്ളിയിൽ എന്തുണ്ടായി? ഒന്നും ഇല്ല എന്നല്ലേ നമ്മുടെ നാട്ടുകാര് പറയുന്നത്. ഈ നാട്ടിലെ പലവരും വന്ന് പാവപ്പെട്ട മുസ്ലിമീങ്ങൾ റബീഉൽ അവ്വലിന്റെ നല്ല പരിപാടി നടത്തുമ്പോൾ
അതൊക്കെ മദീനയിൽ ഇല്ല എന്ന് പറഞ്ഞ് ഞമ്മക്കെതിരെ ഇല്ലാത്ത ആരോപണം പറയുമ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോൾ 300 കൊല്ലമായി മദീനയിൽ സലഫിന്റെ ഭരണമാണ്, ഒന്നുമില്ല, ശരിയാണ്. എന്നാൽ 1300 1145 വരെ മദീനത്തെ പള്ളിയിൽ നടന്നത് എന്താണ്? ഓരോ മാസത്തിന്റെ പേരിങ്ങനെ എടുത്തെടുത്ത് മഹാനവറുകൾ പറയുന്നു. ആദ്യമായി മഹാനവറുകൾ പറയുന്നത് ശ്രദ്ധിക്കൂ, ശഹ്റു റബീഉൽ അവ്വൽ. ഓരോ മാസത്തിന്റെ പേരിങ്ങനെ എടുത്തിട്ട് പറയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, റബീഉൽ അവ്വൽ മാസം, മദീനയിൽ റബീഉൽ അവ്വൽ മാസമായാൽ ഫീ അവ്വലി ലൈലത്തി ജുമഅത്തിൻ മിൻഹു, ആ റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ആയാൽ, മദീനത്തെ പള്ളിയിൽ റബീഉൽ അവ്വൽ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയായാൽ മദീനത്തെ പള്ളിയിൽ അതാ റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഒരു ഗംഭീരമായ മൗലൂദ് നടക്കുന്നു. ഏതാണ് ആ മൗലൂദ്? യകൂനു മൗലിദു ശൈഖ് അഹ്മദൽ ബദവി, മഹാനായ അഹ്മദുൽ ബദവി റളിയല്ലാഹു തആല അൻഹുവിന്റെ മൗലൂദ് മദീനത്തെ പള്ളി റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി നൂറ്റാണ്ടുകളോളം അവിടെ നടന്നിരുന്നു. എന്നാൽ റബീഉൽ അവ്വൽ 12 രാത്രി മദീനത്തെ പള്ളിയിൽ യകൂനു മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റബീഉൽ അവ്വൽ 12 രാത്രി മദീനത്തെ പള്ളിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലൂദ് നടന്നിരുന്നു. സുബ്ഹാനല്ലാഹ്. റബീഉൽ അവ്വൽ 12 രാത്രി മദീനത്തെ പള്ളിയിൽ 1100 കൊല്ലക്കാലം മദീനത്തെ പള്ളിയിൽ മൗലൂദ് നടന്നിരുന്നു. ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെക്കുകയാണ്, കണ്ടത്തിലെ പള്ളിയിലോ അല്ല, ബന്ദറിൽ പള്ളിയിലോ മംഗലാപുരത്തെ മറ്റു പള്ളികളിലോ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇപ്പോൾ മദീനയിൽ അത് കാണൂല, കാരണം സലഫിന്റെ ഭരണമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. 1300 കൊല്ലക്കാലം മദീനയിൽ അവിടുത്തെ പള്ളിയിൽ ഓരോ മാസത്തിലും ഓരോ പുതിയ 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 പരിപാടികൾ. അതിൽപ്പെട്ട ഒന്നാണ് ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി അഹ്മദുൽ ബദവി തങ്ങളുടെ മൗലൂദാണ്. അതുപോലെ റബീഉൽ അവ്വൽ 12 രാത്രി യകൂനു മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മൗലൂദാണ്. എന്നിട്ട് 2 പേജിയോളം റസൂലുള്ളാഹിന്റെ മൗലൂദിനെ കുറിച്ച് വിശദീകരിക്കുന്നു. മദീനത്തെ പള്ളിയിൽ നടന്ന മൗലൂദ് 2 പേജിയോളം മഹാനവറുകൾ അതാ ഈ കിതാബിൽ മദീനത്തെ ഗംഭീരമായ മൗലൂദിനെ കുറിച്ച് വിശദീകരിക്കുന്നു. പക്ഷേ ഇന്ന് നമ്മളെ നാട്ടിൽ വന്നിട്ട് പലവരും അതാ പാടിപ്പാടി പാവപ്പെട്ടവരെ ഈമാൻ കബളിപ്പിക്കുകയാണ്. ഇവിടത്തെ വിദേശത്തുകാര് നമ്മളെ നാട്ടിൽ വന്ന് സാധാരണ റബീഉൽ അവ്വൽ മാസമാകുമ്പോ വല്ലാത്ത ഹാലളകളാണ്. ഹാലളകിട്ട് വന്നിട്ട് അവരെ പാടും, മൗലൂദ് കഴിക്കല് മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹിജ്റ 300 ശേഷമാണ് മൗലൂദ് വന്നതെങ്കിൽ ഇപ്പോൾ ഹിജ്റ 1400 അല്ലേ? 300 ശേഷം വന്നതാണെന്ന് സമ്മതിച്ചാൽ തന്നെ, പക്ഷേ സമ്മതിക്കൂല. റസൂലുള്ളാഹിന്റെ കൗരോത്കാലത്ത് മൗലൂദ് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ഹദീസ് മുഖേന തെളിയിക്കാം. എന്നാൽ 1300 ശേഷമാണ് മൗലൂദ് വന്നതെന്ന് ഈ സലഫിന്റെ ഈ പാട്ടനുസരിച്ച് മൗലൂദ് കഴിക്കല് മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്ന്. 300 ശേഷമാണെങ്കിൽ തന്നെ ഇന്ന് 1400 അല്ലേ? 300 കഴിഞ്ഞാൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ തന്നെ 1100 കൊല്ലമായില്ലേ മൗലൂദ് തുടങ്ങിയിട്ട്? എന്നാ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പാടിയ ഈ പാട്ടനുസരിച്ച് തന്നെ മൗലൂദ് തുടങ്ങിയിട്ട് 1100 കൊല്ലമായി. അങ്ങനെ 300 ശേഷമാണെന്ന് സമ്മതിച്ചാൽ തന്നെ ഇവരിത് പാടുന്നത് എന്തിനാണ്? അത് 300 ശേഷം വന്നതാണ്, അത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തതാണ്.
മൗലൂദ് റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ല, അത് 300-ന് ശേഷം വന്നതാണ്. അതുകൊണ്ടത് പാടില്ലെന്നല്ലേ ഇവര് പറയുന്നത്. എന്നാ ഞാൻ എന്റെ വക ഒരു പാട്ട് പാടട്ടെ. ബുഖാരി എന്ന കിതാബ് മുമ്പില്ലാത്തതാ, അത് ഹിജ്റ 200-ന് ശേഷം വന്നതാ. ഇവിടത്തെ സലഫി ചോദിക്കും, മൗലൂദ് കഴിക്കാൻ തെളിവ് ബുഖാരിയിലുണ്ടോ? പറയട്ടെ മോനെ, റസൂലുള്ളാഹിന്റെ കാലത്ത് ബുഖാരി തന്നെ ഇല്ല, പിന്നെ എങ്ങനെ നിനക്ക് ബുഖാരിയിലുള്ളത് തെളിവാകും? ഹിജ്റ 200-ന് ശേഷമല്ലേ ബുഖാരി എന്ന കിതാബ് വരുന്നത്? പറയുമ്പോ ചിന്തിക്കണ്ടേ മോനെ. ഇവിടെ ഖബർ സിയാറത്ത് പറ്റുമോ? ബുഖാരിയിലുണ്ടോ? അതുപോലെ മൗലൂദ് കഴിക്കാൻ തെളിവ് ബുഖാരിയിലുണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത ഒന്നും പാടില്ലല്ലോ. പാടില്ലെങ്കിൽ പിന്നെ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുമോ? റസൂലുള്ളാഹിന്റെ കാലത്ത് ബുഖാരി എന്ന കിതാബ് ഇല്ല. ഒന്നും കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടത്തെ വിദ്യാർത്ഥികാര് മുക്കാകണ്ടക്കാര് ചിലപ്പോൾ ചോദിക്കും, അതിന് തെളിവ് പരിശുദ്ധ ഖുർആനിലുണ്ടോ? ഈ ഖുർആനിൽ തെളിവ് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, മുസ്ഹഫും കയ്യിൽ പിടിച്ചിട്ട് ഈ ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കാൻ സലഫിക്ക് അധികാരമുണ്ടോ? കാരണം റസൂലുള്ളാഹിന്റെ കാലത്ത് ഇപ്പോഴുള്ളത് പോലത്തെ മുസ്ഹഫ് തന്നെ ഇല്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് മുസ്ഹഫ് സഹാബത്തിന്റെ മനസ്സിലല്ലേ ഉള്ളത്? അന്ന് കോപ്പിയായി എഴുതപ്പെട്ടിട്ടുണ്ടോ? ആദ്യമായി മുസ്ഹഫ് എഴുതിയത് ആരാണ്? ഇസ്ലാമിന്റെ 1ാമത്തെ ഖലീഫയാകുന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങളല്ലേ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഒരു കോപ്പി എഴുതിയില്ലേ? എന്നിട്ട് ആ മുസ്ഹഫിനെ പുറത്തിറക്കിയില്ലല്ലോ. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലത്ത് എഴുതി വെച്ച മുസ്ഹഫിന്റെ കോപ്പിനെ പകർത്തിയിട്ട് പല കോപ്പികളായി അച്ചടിച്ചിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും കൊടുത്തയച്ചതല്ലേ? ഇന്ന് കാണുന്ന രൂപത്തിലുള്ള മുസ്ഹഫ് റസൂലുള്ളാഹിന്റെ കാലത്ത് അങ്ങനെ ഒരു മുസ്ഹഫേ ഇല്ല. പിന്നെ മുസ്ഹഫിലുണ്ടോ എന്ന് ചോദിക്കാൻ അധികാരമുണ്ടോ മോനെ? ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കാനുണ്ട് അധികാരമുണ്ടോ മോനെ? മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കാൻ അധികാരമുണ്ടോ മോനെ? ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്താണ് ദീനെന്ന് പഠിക്കണം. അത് പഠിക്കാത്തവർക്ക് പറയാനും ചോദിക്കാനും അധികാരമുണ്ടോ? അള്ളാന്റെ ദീൻ എന്താണെന്ന് പഠിക്കാതെ സാധാരണക്കാർ ഡിഗ്രിക്ക് പഠിക്കുന്ന, ഡോക്ടറേറ്റും എഞ്ചിനീയറിംഗും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അള്ളാന്റെ ദീനിലേക്ക് കൈകടത്തിയാൽ മോനെ, നാളെ റബ്ബിന്റെ കോടതിയിൽ വിരൽ കടിക്കേണ്ടി വരും. ദീനെന്ന് പറയുന്നത് തോന്നിവാസമല്ല, അള്ളാന്റെ മതമല്ലേ ദീനെന്ന് പറയുന്നത്. അത് പറയേണ്ടത് പഠിച്ച ആലിമീങ്ങളല്ലേ, അത് പറയേണ്ടത് പണ്ഡിതന്മാരല്ലേ. ഇവിടെ അതാ ഡിഗ്രിക്ക് പഠിക്കുമ്പോ എഞ്ചിനീയറും ഡോക്ടർമാരും അഡ്വക്കേറ്റും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എവിടെയോ പരിഭാഷകൾ നോക്കിയിട്ട്, ഏതോ കന്നഡത്തിന്റെ മലയാളത്തിന്റെ ബുക്കുകൾ നോക്കിയിട്ട് ആലിമീങ്ങൾക്കെതിരെ കുതിര കയറിയാൽ നാളെ സിറാത്ത് പാലം കിടക്കുമ്പോ നിന്റെ മുമ്പിലും ബാക്കിലും ഈ ദീന് പറഞ്ഞ് ആലിമീങ്ങൾ വരാനുണ്ട് കേട്ടോ. ഈ ദീന് പടുത്തുയർത്താൽ ഇവിടെ കരൾ ദാനം ചെയ്ത ഹംദത്തുൽ ഖറാറിനെ പോലോത്ത, ജഅഫർ ഇബ്നു അബീ ത്വാലിബിനെ പോലോത്ത മഹാന്മാർ അവര് ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങളും ദീനിന് വേണ്ടി ദാനം ചെയ്തിട്ട് ആ സുന്ദരമായ ഇസ്ലാമിനെ ഇവിടെ പടുത്തുയർത്തിയപ്പോൾ ആഖിറസമാനിന്റെ മക്കളാകുന്ന ഞമ്മള്, ഒരു ചുക്കും അറിയാത്ത ഞമ്മള് ആ ദീനിനെ കണ്ടത്തിൽ പോയി, അതാ ഗ്രൗണ്ടിൽ പോയി പോളി ചെണ്ടുരുട്ടുന്നത് പോലെ അല്ലാഹുവിന്റെ ദീനെ ഉരുട്ടി കളിച്ചാൽ അർഹമുറാഹിമായ റബ്ബിന്റെ കോടതിയിൽ എല്ലാ അക്രമികളും അവിടെ വിരൽ കടിക്കേണ്ടി വരും മോനെ. അതുകൊണ്ട് ദീന് കൊണ്ട് കളിക്കണ്ട. അല്ലാഹുവിന്റെ ദീന് പഠിച്ചാലും നിങ്ങൾക്കല്ലാതെ അത് പറയാനും സംസാരിക്കാനും ഇവിടെ അധികാരമില്ലോ. വളരെ ഗൗരവത്തോടെ ചിന്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ തോന്നിവാസങ്ങളാണെന്നറിയുമോ? ഉസ്താദിന്റെ നാട്ടിൽ നിന്ന് ഞാൻ ജോലി വിട്ടിട്ട് പിന്നെ ഞാൻ ജോലി ചെയ്ത സ്ഥലം ആദൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ലൈവ് ഉണ്ടല്ലോ, കേൾക്കട്ടെ. എന്നെ അന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്ന് പ്രവർത്തിക്കുന്ന ഖത്തറിലുണ്ടവർ ജോലി ചെയ്യുകയാണ്. ആദൂരിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു 5 ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് വരികയാണ്. ഏകദേശം 10 മണി സമയത്താണ് അവർ വരുന്നത്. ഞാൻ മുത്തായിദ്ദീൻ
നിങ്ങൾക്ക് മിഷ്കാത്ത് എന്ന ഹദീസിന്റെ കിതാബ് ചൊല്ലിക്കൊടുത്തുകൊണ്ടിരുന്ന സമയം അപ്പോഴാണ് ഇവർ കയറി വന്നിട്ട് എന്നോട് പറയാണ്, ഉസ്താദേ അരമണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കണം, ഞങ്ങൾ ചില ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വന്നവരാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ മോനെ, ഒരു അരമണിക്കൂറല്ല, നിങ്ങളെ ഡൗട്ട് തീരുന്നവരെ സമയം ചെലവാക്കാൻ ഞാൻ റെഡിയാണ്. നേരെ എന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ, 5 ചെറുപ്പക്കാർ, ഇന്ന് 5 പേരും ഖത്തറിലാണ്, ഒരുപക്ഷെ ലൈവ് കേൾക്കുന്നുണ്ടോ അവരറിയട്ടെ. ഈ 5 ചെറുപ്പക്കാരും എന്നോട് ചോദിക്കുന്നു, അല്ല ഉസ്താദേ ഖബർ സിയാറത്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ബുഖാരിയിൽ തെളിവുണ്ടോ? ഞാൻ എന്ത് ചെയ്തെന്നറിയോ? എന്റെ റൂമിൽ ബുഖാരിയുണ്ട്. ഞാൻ ഇങ്ങനെ ബുഖാരി ഇങ്ങനെ എടുത്തിട്ട് ബുഖാരി ഇങ്ങനെ തുറന്നു വെച്ചിട്ട് മോനെ വായിക്ക് മോനെ എന്ന് പറഞ്ഞ്, ഇതാ ബുഖാരിയിലുണ്ട് വായിക്ക് മോനെ എന്ന് പറഞ്ഞ്. സുബ്ഹാനല്ലാഹ്, 5 ആളും ഇങ്ങനെ നോക്കിയാണ്. ഉസ്താദേ ഈ ഫത്വയും ഖസറും ഇല്ലാത്ത കിതാബ് വായിക്കൽ എങ്ങനെ ഉസ്താദേ? സുബ്ഹാനല്ലാഹ്, ഫത്വയും ഖസറും ഇല്ലാത്ത കിതാബ് വായിക്കാൻ അറിയാത്തടം മണ്ടാ, നീ എന്തിനാ ദീന് പറയാൻ വേണ്ടി വന്നത് ഇവിടെ? ഫത്വയും ഖസറും ഇല്ലാത്ത കിതാബ് വായിക്കാൻ? അതെ, ഞാനിപ്പോ കൊണ്ടുവന്ന കിതാബിന് ഫത്വയും ഖസറും ഇല്ല. ഇത് വായിക്കാൻ അറിയാത്തവനിക്ക് ദീന് പറയാൻ അധികാരമുണ്ടോ? ബുഖാരിയിൽ ഖബർ സിയാറത്ത് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഞാൻ ഏതോ ഒരു ഭാഗം മറച്ചു വെക്കുകയാണ്. ബുഖാരി സിയാറത്തിന്റെ ബാബൊന്നുമല്ല.